നിങ്ങൾ ആരെങ്കിലും തോറ്റ കുട്ടികൾക്ക് വേണ്ടി കൈയടിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ കഥ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. രാമു സാധാരണ നിലവാരമുള്ള മാതാപിതാക്കളെ കഷ്ടിച്ച് മാത്രം തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു കുട്ടിയായിരുന്നു. കുടുംബത്തിലെ കൂട്ടത്തിൽ കൊള്ളാത്ത വീട്ടായിരുന്നു അവൻ സ്വയം ചിന്തിച്ചിരുന്നത്. എന്നാൽ ഒരു വലിയ കാലഘട്ടത്തിൽ വേണ്ട കഴിവുകൾ കൊണ്ട് അവൻ അനുഗ്രഹീതനായിരുന്നു. അവനൊരു മികച്ച ആട്ടക്കാരനായിരുന്നു. രാത്രിയായാലും പകലായാലും അവൻ മണിക്കൂറുകളോളം ഓടുമായിരുന്നു. എന്നാൽ പഠന നിലവാരം കുറവായതിനാൽ ആരും അവനെ പ്രോത്സാഹിപ്പിച്ചില്ല. അവന് ദുഃഖവും നിരാശയും അനുഭവപ്പെടുമ്പോഴെല്ലാം അവൻ ഓട്ടം കൊണ്ട് അതിനെ മറികടന്നിരുന്നു. ഒന്നാം പദവാർഷിക പരീക്ഷയ്ക്ക് തന്നെ അവൻ പരാജയപ്പെട്ടു. അച്ഛൻ അവനോട് വളരെയധികം ദേഷ്യപ്പെട്ടു. അപ്പം കൂട്ടുകാർ കളിയാക്കുകയും ചെയ്തു. പതിവ് പോലെ അവൻ സങ്കടം തീർക്കാൻ മൈതാനത്തിന് ചുറ്റും ഓടാൻ തുടങ്ങി. പതിവിലെ കൂടുതൽ താപത്തോട് സൂര്യൻ പ്രകാശിച്ചു. എന്നാൽ രാമുവിനൊന്നും തടുക്കാനായില്ല. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ശാന്തനായ അവനൊരു ബെഞ്ചിൽ ഇരുന്ന് നന്നായി കിതക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് തൊട്ടരികിൽ നിന്നും ഒരു സ്വരം കേട്ടത്. എന്താണ് കുട്ടി ഇത്? രാമു തിരിഞ്ഞു നോക്കി. തൊട്ടരികിൽ ഏതാണ്ട് 60 വയസ്സ് പ്രായമുള്ള ഒരാളിരിക്കുന്നു. ഞാൻ 2 വിഷയത്തിൽ തോറ്റു, നിരാശയോടെ അവൻ പറഞ്ഞു. ആ മനുഷ്യൻ സഹതാപപൂർവ്വം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, ജീവിതം കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ്. ആട്ടെ, ഞാൻ രാംനാരായൺ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ആട്ടക്കാരനാവും നീ. രാംനാരായൺ 1960 ഒളിമ്പിക്സിൽ 400 മീറ്റർ ഓട്ടത്തിൽ മെഡൽ വാങ്ങിയ അതേ രാംനാരായണാണോ നിങ്ങൾ? രാമൻ തന്റെ ആവേശം മറച്ചുവെക്കാനായില്ല. അതെ, പെട്ടെന്നായിരുന്നു മറുപടി. രാമൻ കണ്ണു പിടിച്ചു പോയി. കുഞ്ഞെ, ഞാൻ നിന്നെ കഴിഞ്ഞ 45 മിനിറ്റുകളായി നിരീക്ഷിക്കുകയായിരുന്നു. നിന്നില്ലാണ്ട് ഒരു നല്ല ഭാവി കാണുന്നു. നീ ചെയ്യുന്നത് ഇത്രമാത്രം സഹായം കെട്ടുപോവാ സൂക്ഷിക്കുകയും ഇത് ഉപേക്ഷിച്ചു പാചരിക്കുകയുമാണ്. നീ ഏതെങ്കിലും വിദ്യാർത്ഥി ചേർന്നിട്ടുണ്ടോ? പരിശീല വിദ്യാലയമോ? പരിശീല വിദ്യ വളരെ ചെലവുള്ളതാണ് സാറേ. പോരാനോ തൊഴിലാക്കാനും സ്വന്തം തമാശ പോലും അവൻ പറഞ്ഞു. എന്നാൽ രാംനാരായൺ വളരെ ഗൗരവത്തിലായിരുന്നു. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. പക്ഷെ ഞാനൊരു വ്യവസ്ഥ വെക്കും. എന്താണ് അവസ്ഥ? രമണിക്കടിയോട് ചോദിച്ചു. ശിശുദിനത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു ഓട്ട മത്സരം നടക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനയിലെ കുട്ടികളോട് മത്സരിക്കുന്നുണ്ട്. നീ ആ മത്സരത്തിൽ ചേർന്ന് വിജയിച്ചാൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാമെന്ന് വാക്ക് തരുന്നു. അച്ഛൻ എന്ന ശകാരിച്ചില്ലായിരുന്നെങ്കിൽ തനിക്ക് അവസരം ലഭിക്കില്ലായിരുന്നുവെന്ന് രാമു വീട്ടിലേക്ക് പോകുമ്പോൾ ഓർത്തു. പിന്നീട് ദിവസങ്ങളിൽ രാമു കഠിന പരിശീലനം ആരംഭിച്ചു. അങ്ങനെ നവംബർ 14 അമ്മയുടെ അനുഗ്രഹത്തോടെ അവൻ മനസ്സിൽ വേഗത്തിലെത്തി. ഏതാണ്ട് 50ഓളം വിദ്യാർത്ഥികൾക്കൊപ്പം അവൻ നെഞ്ചിൽ പൊണ്ണു. രാംനാരായൺ അവന് ആശംസകൾ നേർന്നു. ഗാലറിയിൽ തന്നെ അമ്മയെ കണ്ടപ്പോൾ രാമന് ആത്മവിശ്വാസം വർദ്ധിച്ചു. വിസിൽ മുഴങ്ങി എല്ലാവരും ഓടാൻ തുടങ്ങി. കൂട്ടത്തിൽ ഏറ്റവും വേഗത്തിലുള്ളായിരുന്നു രാമു. നിർഭാഗ്യവശാൽ അവൻ തെന്നി വീണു. അവൻ ഗാലറിക്ക് നോക്കി. അമ്മ എന്തോ പറയുന്നു. എഴുന്നേൽക്കുഞ്ഞേ, ഓടൂ വേഗം. അവൻ ചാടി എന്നിട്ട് അവസാനക്കാരെ ഏതാണ്ട് കുട്ടികളെ കൂടെ പിന്നിലാക്കി ഓടാൻ തുടങ്ങി. ധൃതി പിടിച്ചിട്ട് 3ാമത് അവൻ തെന്നി വീണു. അവനെ വിട്ടെടുക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ ചാടി എന്നിട്ട് മുഴുവൻ കരുത്തും ഉപയോഗിച്ച് ഓടാൻ തുടങ്ങി. ഏറ്റവും ഒടുവിലായി അവൻ അന്തിമയിലേക്ക് അടുക്കുമ്പോൾ അവൻ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കരഘോഷം ഉയർന്നു. നിശ്ചയദാർഢ്യവും ഒരിക്കലും വിട്ടുകൊടുക്കുക കൂട്ടാക്കാതെ കാണികൾ ആർപ്പിടിച്ചു. രാംനാരായൺ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, നീയാണ് ഈ മത്സരത്തിലെ വിജയം. നാളെ മുതൽ നിന്റെ പരിശീലനം ഞാൻ ആരംഭിക്കുന്നു. രാമൻ തന്റെ കാതിൽ വിശ്വസിക്കാനായില്ല. അവൻ കരഞ്ഞു പോയി. അവൻ സങ്കടത്തോടെ അമ്മയെ നോക്കി. അമ്മ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, നീ ആ ലോകത്തിലെ ഏറ്റവും നല്ല മകൻ. കൂട്ടുകാരെ, പരാജയം വിജയത്തിലുള്ള ചവിട്ടുപടിയിലാണ്. നന്ദി, നമസ്കാരം.